ഉണങ്ങി ഡ്രൈ ആയി പച്ചിപ്പില്ലാത്ത ഒരു ജീവനില്ലാത്ത ആ വടി 3 കാലങ്ങളെ നമ്മളെ കാണിക്കുന്നു. The stick that was Aaron's which has dried up shows 3 seasons. ഇന്നലെയിൽ In the yesteryears, അത് ദൈവിക സാന്നിധ്യത്തിൽ ഇരുന്നപ്പോൾ പൂത്ത് തളിർത്ത ഫലം കൊടുത്ത ഒരു അത്ഭുതത്തിന്റെ വടിയായി മാറി. Yesterday it was a sign that within one night it budded, it became fruitful. അത് ഇന്നിന്റെ ദൂത്. And the message for today, ആര് ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുമോ എത്ര ഡ്രൈ ആന്ന് പറഞ്ഞാലും നീ തളിർത്ത പൂത്ത ഫലം കൊടുക്കും. അത് ഇന്നിന്റെ ദൂത. if you soak in the presence of God, you will bud, you will blossom, and you will flourish, and you will bear fruit. ഈ വചനത്തിലൂടെ ഇന്ന് നിനക്കുള്ള ദൂത് സാധ്യതയില്ല, സാഹചര്യങ്ങൾ മോശമാണ്, പ്രതിസന്ധികളാണ് എന്ന് നീ പറഞ്ഞിടത്ത് പരിശുദ്ധമ പറയുന്നു, നീ തളിർത്ത പൂത്ത് ഫലം കൊടുക്കാൻ പോകുന്നു. The message for you today is that the places where you thought you were unfruitful, you are going to blossom, you are going to flourish, and you will become fruitful. ഈ വടി നാളത്തേക്ക് ഒരു ദൂത് പറയുന്നുണ്ട്. This stick is also a prophecy for tomorrow. യേശുവിനെ സ്വീകരിച്ചവർ, if you receive Jesus into your life, മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടാലും, even if you are died and buried in the ground, അവർ ജീവനോടെ ശേഷിച്ചാലും, even if nothing is there inside, ദൈവ സാന്നിധ്യത്തിൽ in the presence of God, യേശു തിരികെ വരുമ്പോ, when Jesus comes back, യേശു രണ്ടാമത് മടങ്ങി വരുമ്പോ, when he comes back again, അവർ മരണത്തെ ജയിച്ച് എഴുന്നേൽക്കും. they will defeat death and they will overcome. ജീവനോടെ ശേഷിക്കുന്നവർ, hallelujah, those who are left behind, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് അവനോട് അനുരൂപരാകും.